നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഓണക്കാലമായി ചിങ്ങമാസം. ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത എല്ലാ ചെടികളും മരങ്ങളും പൂത്തു നിൽക്കുന്ന കാലമാണ്. ഓണത്തെ വരവേൽക്കാനായി പ്രകൃതി തന്നെ ഒരുങ്ങുന്ന സമയം. വഴിയോരത്തെ പുൽനാമ്പുകൾ നോക്കിയാൽ പോലും അതിൽ ഒരു പൂവ് കാണാം. ഒരു പൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു പ്രത്യേക ആയിട്ടുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ വരാറുണ്ട്. എങ്ങനെയായിരിക്കും ഒരു പൂവ്? ഒരു തണ്ട് കാണും. തണ്ടിന് അറ്റത്തായി വൃത്താകൃതിയിൽ കുറേ അധികം ഇതളുകൾ കാണും. ഈ ഇതളുകൾ എല്ലാം ഒരേ രൂപത്തിലുള്ളതായിരിക്കും. അതിൻ്റെ നടുക്കായി തേനീച്ചക്കൂട് പോലെ ഒരു ചെറിയ ഭാഗം കാണും. തേന് ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയാണ് ചിത്രശലഭങ്ങളും വണ്ടുകളും മറ്റും തേൻ കുടിക്കാൻ വരിക. ഇങ്ങനെയുള്ള പൂവിൻ്റെ ഒരു രൂപം നമ്മളുടെ മനസ്സിലുള്ളപ്പോൾ ഞാൻ കണ്ട പൂവ് ഒരു പ്രത്യേകത ഉള്ളതാണ്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ സംസാരം. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. ഒരു പൂവിൻ്റെ രൂപം ഞാനിപ്പോൾ പറഞ്ഞു. ചില പൂക്കൾ ഒരു തണ്ടിൻ്റെ അറ്റത്തായി ഇതളുകൾ വിരിഞ്ഞ് ഒരു വരി മാത്രമേ കാണാറുള്ളൂ, ഒരു തട്ട് മാത്രം. ചില പൂക്കൾ അതിലും ഭംഗിയായി കുറേ അധികം തട്ടുകൾ അല്ലെങ്കിൽ ലെയറുകൾ അടുക്കി അടുക്കി വെച്ച് മുകളിലായി അട്ടിയടിക്കിയതുപോലെ കാണും. ആ പൂവ് കാണാൻ അതിനെക്കാട്ടിൽ ഭംഗിയാണ്. ചില പൂക്കൾക്ക് തണ്ടിന് വണ്ണം കുറവായിരിക്കും. ചില പൂക്കൾക്കാട്ടെ തണ്ടിന് വണ്ണം കൂടി ഒരു കുഴൽ പോലെ കാണും. അങ്ങനെയുള്ള പൂക്കളെയാണ് നമ്മൾ കോളാമ്പി പൂക്കൾ എന്ന് പറയുക. മിക്കവാറും എല്ലാ പൂക്കളും വൃത്താകൃതിയിൽ ആയിരിക്കും. പൂക്കൾക്ക് എന്തൊക്കെ നിറങ്ങളാണ്? മഞ്ഞ, ചുവപ്പ്, വെള്ള, നീല, വയലറ്റ്, അങ്ങനെ പലവിധ വർണ്ണങ്ങൾ. പച്ചയും കറുപ്പും മാത്രം പൂക്കൾ ഇല്ല. പച്ച പൂ കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകമായി ലാബറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് സാഹചര്യം. അല്ലാതെ പ്രകൃതിയിൽ പച്ച നിറത്തിൽ പൂ ഉണ്ടാകാറില്ല. പച്ച ഉണ്ടാകുന്നത് നിറം മരത്തിൻ്റെ ഇലകൾക്കാണ്. ചെടികളുടെ ഇലകൾക്കും പച്ച നിറം ആണ്. അതിനാലാകും പ്രകൃതി പച്ച നിറത്തിൽ പൂക്കൾ ഉണ്ടാക്കാറ്. അങ്ങനെ വർണ്ണാഭമായ ഈ പൂക്കൾ നമ്മൾ കണ്ടു ശീലിച്ച് അങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബസ് യാത്രക്കിടയിൽ അത്ഭുതകരമായ ഒരു മരം കണ്ടു. ആ മരം വലിയ ഒരു മരമാണ്. പെട്ടെന്ന് എൻ്റെ കാഴ്ചയിൽ കണ്ടതേ ഉള്ളൂ. ഞാൻ ബസ്സിനുള്ളിലായിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് അവിടെ കടന്നുപോയി. ഇത് എൻ്റെ കാഴ്ചയിൽ നിന്ന് മാഞ്ഞുപോയി. എങ്കിലും ആ മരത്തിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയൊരു മരമാണ്. സാധാരണ ഉള്ള മരം പോലെ പച്ച നിറത്തിലുള്ള ഇലകളാണ്. ഇലകൾ വളരെ വലിപ്പമുള്ള ഇലകളാണ്. നല്ല വീതിയും കുറച്ചധികം നീളവുമുള്ള ഇലകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മരം. ആ മരം നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണ്. പൂത്ത് ഉലഞ്ഞ് നിൽക്കുന്ന മരമാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇതിനകത്തെ പൂക്കൾ ഞാനിപ്പോൾ പ്രതിപാദിച്ച തരം പൂക്കളൊന്നും അല്ല. അതിലെ പൂക്കൾ ആ മരത്തിൻ്റെ ഇലകൾ തന്നെയാണ്. അത്ഭുതം തോന്നില്ലേ കേട്ടിട്ട്? ഇതേ അത്ഭുതം ഇപ്പോഴും എനിക്കും ഉണ്ട്. അതാണ് പ്രകൃതിയുടെ മാജിക്. ആ മരത്തിലെ പൂക്കളെല്ലാം മരത്തിൻ്റെ ഇലകൾ തന്നെയാണ്. പിന്നെ അത് പൂക്കളാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവും? ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരമാണ്. മരത്തിൻ്റെ ഇലകൾക്കെല്ലാം പച്ച നിറമാണ്.
പൂക്കളായി നിൽക്കുന്ന ഇലകൾക്കാകട്ടെ ചുവന്ന നിറമാണ്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കടും ചുവപ്പ്, രക്തത്തിൻ്റെ കളറ്, ബ്ലഡ് റെഡ് എന്ന് പറയുന്ന ചോര ചുവപ്പ് കളറിലുള്ള ഇലകൾ, ഇതേ തരത്തിലുള്ള ഇലകൾ, മരത്തിൻ്റെ ഇലകൾ പോലെ തന്നെയുള്ള ഇലകൾ, അത്രയും തന്നെ വീതിയും അത്രയും തന്നെ നീളത്തിലും ഉള്ള ഇലകൾ, ഒരു വ്യത്യാസം മാത്രം, നിറത്തിൽ ഉള്ള വ്യത്യാസം, പച്ചയല്ല, നല്ല കടും ചുവപ്പ്. ഇങ്ങനെയുള്ള ഇലകൾ ഒരു തണ്ടിന് ചുറ്റുമായി ഒരു കുല പോലെ കണ്ടു. അതുപോലെയുള്ള പലതരം കുലകൾ, ഈ മരം നിറഞ്ഞു നിൽക്കുന്നു, പലതരം കുലകൾ, പല ഇതേ തരത്തിലുള്ള, ഇതേ നിറത്തിലുള്ള, ചുവന്ന നിറത്തിലുള്ള ഇലകൾ പല സ്ഥലങ്ങളിലായി ഈ മരം നിറയെ നിൽക്കുന്നു. അതിനുള്ളിൽ തേനീച്ചകൾക്ക് തേൻ കുടിക്കാനുള്ള തേൻമുകുളം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ആ മരത്തിൻ്റെ അടുത്തൂടെ പോയില്ലല്ലോ, ഞാൻ ബസ്സിനുള്ളിലായിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ അവിടം വിട്ട് പോയി, എൻ്റെ കാഴ്ചയിൽ നിന്നും ഈ മരം മാഞ്ഞു പോയി. എങ്കിലും ഞാൻ കണ്ട സമയം എനിക്ക് മനസ്സിലായത് ഇത് ഇത്രയും കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ആ മരം പൂത്തു നിൽക്കുന്നത് അതിൻ്റെ സ്വന്തം ഇലകൾ കൊണ്ടാണ്. അതിന് വേറെ ഒരു തരത്തിലുള്ള പൂക്കളും ഉണ്ടാകുന്നില്ല. നമ്മൾ പ്രതിപാദിച്ച തരത്തിലുള്ള പലതരത്തിലുള്ള പൂക്കളെ പറ്റി പ്രതിപാദിച്ചു. അങ്ങനെയുള്ള ഒരു പൂവല്ല അത് അതിൻ്റെ ഇല തന്നെയാണ്. അതും അതേ തരത്തിലുള്ള ഇല, മരത്തിൻ്റെ ഇല ഇങ്ങനെയുള്ളതാണോ അതേ ഇല തന്നെ, അതേ വലിപ്പത്തിൽ ഉള്ള ഇല. ആ ഇല പൂവായി നിൽക്കുന്നു, കുലച്ച് നിൽക്കുന്നു. എന്തൊരു അത്ഭുതം, പ്രകൃതിയുടെ അത്ഭുതം. ഇങ്ങനെ നമ്മൾ വഴിയോരങ്ങളിലും കണ്ട് നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി. നമസ്കാരം.